ബത്നിന്റെ ഷഹ്വ അല്ലെങ്കിൽ ഫർജിന്റെ ഷഹ്വ. മയ്യദുമല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി തളമ്മൻതു ലഹു ബിൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. ബുഖാരിയിലെ നബിയുടെ ഹദീസ്. മയ്യദുമല്ലി മാ ബൈന ലഹ്യൈഹി, അവന്റെ രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ള ഈ വായക്കുള്ളിലെ നാക്കാണ് പ്രധാനമായ ഉദ്ദേശ്യമെങ്കിലും വായ തന്നെ മൊത്തം കൂട്ടിക്കോ, തിന്നുന്നത് വായ കൊണ്ട്. ഈ വായയെ മനുഷ്യൻ കാത്താൽ, വേണ്ടാത്തത് തിന്നുന്നതിൽ നിന്നും വേണ്ടാത്തത് പറയുന്നതിൽ നിന്നും നാക്കിനെയും വായയെയും ഉദരത്തെയും ഒക്കെ കാത്താൽ, ഒമാബൈന രിജിലൈഹി, അവന്റെ രണ്ട് കാലുകൾക്കിടയിലുള്ള അവന്റെ ഗുഹ്യാവയവത്തെ ലൈംഗികാവയവത്തെയും എനിക്കാര് വാക്ക് തരും, കാക്കുമെന്ന്, സംരക്ഷിക്കുമെന്ന്. തളമ്മൻതു ലഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവന് ജാമ്യം നിൽക്കാം. അള്ളാന്റെ റസൂൽ, അള്ളാന്റെ തിരുദൂതൻ, നമ്മുടെ മധ്യസ്ഥൻ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിന്റെ താക്കോല് പുന്നാര നബിയുടെ കയ്യിലാ. ആ നബി പറയുന്നു, തളമ്മൻതു ലഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവര് വാക്കു നൽകാം, ജാമ്യം നിൽക്കാം, ഞാനാ സ്വർഗത്തിന്റെ വിതരണക്കാരൻ. രണ്ട് പെല്ലിന്റെ ഇടയിലുള്ള ഈ സാധനം കാക്കണം നാക്ക്, വായയിലേക്ക് കൊണ്ടുപോകുന്നത് കാക്കണം വായ, അവന്റെ രുചികൾക്കിടയിലുള്ള ഗുഹ്യാവയവം കാക്കണം, ശഹ്വത്തുൽ ബത്ൻ, ശഹ്വത്തുൽ ഫർജ്. ഈ രണ്ടെണ്ണമല്ലേ ദുന്യാവ് മൊത്തം കിട്ടിയാലും ആകെ മൊത്തം ലഭിച്ചാലും മനുഷ്യനുള്ളത്. ഈ ദുന്യാവിന് വേണ്ടിയല്ലേ മനുഷ്യൻ ഇതൊക്കെയും കളഞ്ഞു കുടിക്കുന്നത്. മനുഷ്യന്റെ മാനവികതയും പ്രത്യേകതയും മനുഷ്യൻ എന്ന നിലക്കുള്ള അഖലും ബുദ്ധിയും വിവരവും അറിയുമൊക്കെ കളഞ്ഞു കുടിക്കുന്നതിന് വേണ്ടിയാണ്. ആകെ മൊത്തം ചിന്തയില്ലാഞ്ഞിട്ടല്ല, അറിവില്ലാഞ്ഞിട്ടല്ല, വിശ്വസിക്കാത്തത് ദുന്യാവിന്റെ പേരിൽ, അല്ലെങ്കിൽ അനുകരണത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സമുദായം അങ്ങനെയായെന്ന പേരിൽ, അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ ഇങ്ങനെയെന്ന പേരിൽ, ഇതൊക്കെ ദുന്യാവാണ്. ഈ ദുന്യാവിന് വേണ്ടിയിട്ട് അഖലും ഹിക്മത്തും മാറ്റിവെക്കുന്ന മനുഷ്യൻ മനുഷ്യന്റെ മഹത്വത്തിന് അർഹനല്ല, മനുഷ്യന്റെ പദവിക്ക് അർഹനല്ല, മലക്കുകളെക്കാൾ ഉയരുന്ന സ്ഥാനത്തിന് അർഹനല്ല. അവൻ ദുന്യാവിലാണ്.